ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അങ്ങോട്ട് തീരുന്നില്ല. അതിൽ നിർണായക വഴിത്തിരിവിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ്. സ്വർണ്ണപ്പാളി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് 2019 പാളികൾ എത്തിച്ചത്. സമാനമായ മറ്റൊരു പാളി നിർമ്മിക്കാൻ ആസൂത്രണം നടന്നുവെന്നാണ് വിജിലൻസിന്റെ സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്തേക്കും. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സർക്കാർ വീണ്ടും രംഗത്ത് വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ ദുരൂഹമെന്നും ഇയാൾ ഭക്തരെ ചൂഷണം ചെയ്തുവെന്നുമാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത്. കൂടുതലായി ഇത് അന്വേഷിക്കുമ്പോൾ 40 ദിവസക്കാലത്തോളം ഇത് വെളിയിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൃത്യമായി സ്വർണം പൂശാനെന്ന രൂപത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും അതിന്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ദുരുദ്ദേശത്തോടുകൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഗൂഢനീക്കങ്ങളുമെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം. അക്കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിട്ട ആ ഉത്തരവ് ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിജിലൻസാണ്, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെയാണ് അത് അന്വേഷിക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. റഹീസ് റഷീദും ആർ റോഷിപാലുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഇപ്പോൾ ഈ നടക്കുന്ന അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അതൊരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. സുജയ, സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ശബരിമല വിവാദം മുന്നോട്ട് പോകുന്നത്. എങ്ങനെ 40 ദിവസം എടുത്തു സന്നിധാനത്ത് നിന്ന് 2019 ജൂലൈ മാസം 20-ാം തീയതി കൊണ്ടുപോയ ശില്പം ചെന്നൈയിലെത്താൻ പിറ്റേ മാസം ഒക്ടോബർ 29 വരെ സമയമെടുത്തു. എന്തിന് 40 ദിവസം എടുത്തു എന്ന് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചപ്പോഴാണ് ആ ശില്പം ശബരിമലയിൽ നിന്ന് നേരെ കൊണ്ടുപോയത് ബംഗളൂരുവിലെ ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് എന്ന വിവരം, എന്ന തെളിവുകൾ വിജിലൻസിന് ലഭിച്ചത്. എന്ന് മാത്രമല്ല, ആ ശില്പം വെച്ച് അവിടെ പൂജകൾ നടന്നിട്ടുണ്ട് എന്ന വിവരവും വിജിലൻസിന് ലഭിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതും സ്വർണം പൂശിയതും എന്നാണ് വിവരം. പക്ഷേ വിജിലൻസിന് മറ്റു ചില വിവരങ്ങൾ കൂടിയുണ്ട്. 2019 സെപ്റ്റംബർ മാസം 14-ാം തീയതി ബംഗളൂരിൽ നിന്നിറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ബംഗളൂരു വ്യവസായി വിനീത് ജയന് ശബരിമലയിലെ ശില്പം കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് വിനീത് ജയനെ കോട്ട് ചെയ്തുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത ശരിയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് കൊണ്ടുവന്ന ശില്പം വിനീത് ജയന്റെ കയ്യിലെത്തുകയും മറ്റൊരു ശില്പം പണിയാൻ വേണ്ടി എടുത്ത കാലതാമസമാണ് 40 ദിവസം എന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്നെ ബംഗളൂരുവിൽ എത്തിയതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികളുമായി സംസാരിക്കാനുള്ള തീരുമാനം അവർ നടത്തിയിരിക്കുന്നു. വിനീത് ജയന്റെ കയ്യിലല്ല അതുണ്ടെങ്കിൽ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നു. ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടാൻ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ എന്തായാലും ദേവസ്വം വിജിലൻസ് എസ് പി കർണാടകയിലേക്ക് പോകുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് ആർ റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ്? കാരണം സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണല്ലോ. 2019 എന്തിന് പുറത്തേക്ക് കൊടുത്തു? ആ ചോദ്യം അവിടെ നിൽക്കുകയല്ലേ? സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിൽ ചില ആരോപണങ്ങൾ പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നയിച്ചതാണ്. ഇതിലുള്ള ഗൂഢാലോചനയടക്കം. ഏതായാലും ഇതിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഏതായാലും അടുത്ത ദിവസം തന്നെ അത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങാനുള്ള സാധ്യതയാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന ഒറ്റ നിലപാടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില ഒളിച്ചുവെക്കൽ അതിൽ നടന്നിട്ടുണ്ട് എന്ന്. ഇപ്പോൾ തന്നെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ചേർത്ത് തന്നെയാണ് ആ ഗൂഢാലോചന ആരോപണം സർക്കാർ ഉയർത്തുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം ഇപ്പോഴും സമ്മതിക്കുന്നില്ല. അത് ഒരുപക്ഷെ ഈ ടേം അല്ല, കഴിഞ്ഞ ടേം ആണെങ്കിൽ പോലും അതിൽ പഴയ മന്ത്രിമാർ പോലും ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ദേവസ്വം മന്ത്രി, മുൻ ദേവസ്വം മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ആരോപണം ഘടിപ്പിക്കുമ്പോൾ സർക്കാർ ഇനി എന്ത് വിശദീകരണമാണ് നൽകുക എന്ന് വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷമടക്കം രംഗത്ത് വരാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചന എന്ന രീതിയിൽ പറയുമ്പോൾ തന്നെ അതിൽ ഒരു അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന മറുചോദ്യം കൂടി സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തിയേക്കും.
ശരി, ആർ റോഷിപാലും റഹീസ് റഷീദുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.